ഇപ്പോൾ നമ്മൾ കാണുന്നത് കോടതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. യാതൊരു കൂസലുമില്ലാതെയാണ് ഈ വിധി പ്രസ്താവത്തെ കോടതി ചെന്താമര കുറ്റക്കാരനാണെന്ന ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ കോടതിയിൽ ചെന്താമര ഉണ്ടായിരുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. മെയ് 27 കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചപ്പോൾ കുറ്റമൊക്കെ ചെന്താമര നിഷേധിച്ചു. സാഹചര്യ തെളിവുകളുടെയും ചെന്താമരയുടെ ഭാര്യ അടക്കം 50 സാക്ഷികളുടെ മൊഴിയുമാണ് ഈ കേസിൽ നിർണായകമായിരിക്കുന്നത്. ഇത് ചെന്താമര അയൽവാസിയായ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ സജിതയെ കൊന്ന കേസിലുള്ള വിധി പ്രസ്താവമാണ് ഉണ്ടായിരിക്കുന്നത്. ചെന്താമരയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. നേരത്തെ ചില പ്രതികരണങ്ങൾ ചെന്താമരയെ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നു. കുറ്റബോധമുണ്ടോ? കുറ്റബോധമുണ്ടോ? താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളെ കുറ്റക്കാരനാണെന്ന് ചെന്താമരയുമായിട്ടുള്ള പോലീസിന്റെ വാഹനം കോടതി വളപ്പിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. ചെന്താമര ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളെ കുറ്റക്കാരനായി കോടതി കണ്ടെത്തിയിരിക്കുന്നു, കുറ്റബോധമുണ്ടോ, പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നെല്ലാം മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ചെന്താമര ഒന്നും തന്നെ പറയാതെ നിർവികാരനായി പോലീസ് വാഹനത്തിൽ പോകുന്നതാണ് നമ്മൾ കണ്ടത്. 3 കൊടും കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ നടത്തിയ ചെന്താമരയിൽ ഇപ്പോൾ ആദ്യ കൊലപാതകത്തിന്റെ ശിക്ഷാവിധിയാണ് ഇനി വരാനിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ തൊട്ടു പിന്നാലെ തന്നെ നെന്മാറ ഇരട്ട കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ചെന്താമര താൻ ആ കുറ്റങ്ങളൊക്കെ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ സാഹചര്യ തെളിവുകളും ചെന്താമരയുടെ ഭാര്യ അടക്കമുള്ള 50 സാക്ഷികളുടെയും മൊഴിയാണ് ഈ കേസിൽ നിർണായകമായി മാറിയത്. മാത്രമല്ല, കൊലപാതകം ചെയ്യാൻ വേണ്ടി കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം വീട്ടിലുണ്ടായിരുന്നതാണ്. അത് ചെന്താമരയെ മാനസികമായും ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു എന്നുമൊക്കെയാണ് ചെന്താമരയുടെ ഭാര്യ പോലീസിന് നൽകിയ മൊഴി. മാത്രമല്ല, പ്രതിയുടെ വസ്ത്രവും പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ സാഹചര്യ തെളിവുകൾ, പ്രധാനപ്പെട്ട ചെന്താമരയുടെ ഭാര്യ അടക്കമുള്ള 50 പേരുടെ സാക്ഷിമൊഴികൾ, ഇതൊക്കെ തന്നെയാണ് ഈ കേസിൽ ഏറെ നിർണായകമായി മാറിയത്. ഇനി തൊട്ടു പിന്നാലെ ഇനിയിപ്പോൾ നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ വിചാരണ കൂടി ഇതിന് തൊട്ടു പിന്നാലെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. വിചാരണ നടപടികൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശ്രീജിത് ശ്രീകുമാരനും അതോടൊപ്പം തന്നെ ഐശ്വര്യത്തിൽ ഷംനിയും നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ എത്താം. ഒരു പ്രതികരണവും ചെന്താമര നടത്തിയിട്ടില്ല. തിരികെ പോലീസ് വാഹനത്തിൽ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. നിർവികാരനായി ചെന്താമര പോലീസ് വാഹനത്തിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.